നമ്മളിപ്പോൾ ഉള്ളത് ബരാഗുംബാട് മോസ്ക്, അതായത് ലോധി ഗാർഡൻ്റെ ഉള്ളിലുള്ളൊരു പള്ളിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പോയതല്ലായിരുന്നു ആ ഒരു സ്ഥലത്തേക്ക്. തുഗ്ലക്കിൻ്റെയും ലോധിയുടെയും സയ്യിദുകളുടെ ഒക്കെ ഉയർച്ചയും പതനൊക്കെ കാണിച്ചിരുന്ന ഒരു മണ്ണാണ് ബാഗേജുദ് അല്ലെങ്കിൽ ലോധി ഗാർഡൻ. ഈ ലോധി ഗാർഡൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ലേഡി വില്ലിംഗ്ടൺ പാർക്ക് എന്നതിന് അതിൻ്റെ പേര്. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം അതിൻ്റെ പേര് ലോധി ഗാർഡൻ എന്നാക്കുകയാണ്. കുറേ ഏക്കർ കണക്കിന് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ പലയിടത്തായി പല ടോംബുകളുണ്ട്. അതിലുള്ള സ്ട്രക്ചറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പലരും ഉണ്ടാക്കിയതാണ്. അതിൽ തന്നെ സിക്കന്ദർ ലോധിയുടെ ടോമുണ്ട്, അതേപോലെ സയ്യിദ് ഡൈനാസ്റ്റിയിലുള്ള ആളുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, തുഗ്ലക്ക് വംശത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു പാർക്കാക്കി മാറ്റി ഇങ്ങനെ ആൾക്കാർക്ക് കാണാൻ രൂപത്തിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവസാനം ബടാഗുംബാട് എന്ന് പറയുന്ന ലോധി ഗാർഡൻ്റെ ഉള്ളിലുള്ള ഒരു ഡോമിൻ്റെ മുമ്പിൽ എത്തുന്നത്. ബാഗേജുദ് രാജാക്കന്മാരുടെ ഖബർസ്ഥാനാണ്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം അവിടുന്ന് പണ്ട് മുതലേ നിസാമുദ്ദീൻ ദർഗയിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴി നേരെ വരുന്നത് ബാഗേജുദ്ദിലേക്കും അവിടെയുള്ള പള്ളിയിലേക്കും അവിടെ കുടികൊള്ളുന്ന ഈ ഖബറുകളിലേക്കുമാണ്. തുഗ്ലക്കിൻ്റെയും ലോധിയുടെ ഒക്കെ സമയമായപ്പോൾ അത് റോയൽ പോവേർട്ടിയുടെ ഒരു സമയമാണെന്നാണ് ചരിത്രകാരന്മാർ പറയാം. അതായത് നമുക്ക് മുഗൾ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രഭാവമൊന്നും അന്നത്തെ സ്ട്രക്ചറുകളിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്നുണ്ടാക്കുന്ന പള്ളികളൊക്കെ അതുപോലെ തന്നെ ചെറുതായിരുന്നു. 1494 ഈ ബരാഗുംബാട് നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ഡൽഹിയിൽ നിർമ്മിച്ച ആദ്യത്തെ ഡോമാണ് ബടാഗുംബാടിൻ്റെ ഡോം എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. അന്നത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ഈ റോയൽ പോവേർട്ടി നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതിൽ വലിയ രസമില്ല നമുക്ക് തോന്നുമെങ്കിലും അതിലെന്തോ വേറെ ഒരു തരത്തിലുള്ള രസം ഉള്ളതായിട്ട് എനിക്കിങ്ങനെ തോന്നി. ഈ ബടാഗുംബാട് മോസ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് മൊത്തം അതിൻ്റെ റൂഫ് മുതൽ കയറി ചെല്ലുന്ന സ്ഥലം മുതൽ അതിൻ്റെ എല്ലാം എൻട്രൻസ് മുഴുവനും കാലിഗ്രഫിയാണ്. അറബി കാലിഗ്രഫി വെച്ചിട്ടാണ് അതിൻ്റെ മൊത്തം സ്ട്രക്ചർ നിലനിൽക്കുന്നത്. പല പള്ളികളിലും നമ്മൾ പലയിടത്തായിട്ട് കാലിഗ്രഫികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കാലിഗ്രാഫി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ബടാഗുംബാട് നിർമ്മിച്ചത് ലോധി കാലഘട്ടത്തിലാണ്. അതേപോലെ സിക്കന്ദർ ലോധിയാണ് ആ സമയത്ത് ഭരിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. ലോധി കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ അത് അത്രയും വലിയൊരു ഒഫീഷ്യലിൻ്റെ പേരിലായിരിക്കും അത് ഉണ്ടാക്കിയതെന്നുള്ള ചരിത്രമുണ്ട്. പക്ഷെ ആരുതാണെന്നോ അല്ലെങ്കിൽ അവിടെ ആരൊക്കെയാണ് അവിടെ കബറടക്കിയതെന്നൊന്നും ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. കയറി വരുമ്പോൾ 5 കവാടങ്ങളാണ്. ആ 5ലും 3-4 വരികളിലായിട്ട് അതിൽ കുറങ്ങനെ നീട്ടി എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ സൂറത്തുർ റഹ്മാൻ ഉണ്ട്, വാഖിയ വരുന്നുണ്ട്, സൂറത്തുൽ കഹ്ഫിലെ ഭാഗങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് മണിക്കൂറുകളോളം മോദിയിരിക്കാനുള്ളതൊക്കെ ആ സ്ട്രക്ചറുകളിൽ മാത്രമുണ്ട്. എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി ഉണ്ടാവും. അതുകൊണ്ട് ബിസ്മി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സൂറത്ത് തുടങ്ങുകയാണെന്ന്. അങ്ങനെ മേപ്പോട്ട് നോക്കി ഓരോ ആയത്തുകളും എന്താണ് അതിൽ എഴുതി വെച്ചതെന്ന് ഇങ്ങനെ ഓതിക്കൊണ്ടേ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുക. അതിലെന്തോ ഒരു പ്രത്യേക രസം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പൊ എന്താ ബാക്കി വരിക? മർജാൻ, അതിങ്ങനെ കണ്ടുപിടിക്കുക, അതേതാണ് ആയത്ത് നോക്കുക. അതേപോലെ ആയത്ത് ഇങ്ങനെ ഓതി അത് മൊത്തം ഇങ്ങനെ കിട്ടുന്നുണ്ടോ, ആ കാലിഗ്രഫി നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. അതിങ്ങനെ ആ എക്കോയിൽ ഇങ്ങനെ ഓതാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഓരോ വരികളിലും എവിടൊക്കെ ഖുറാൻ്റെ എവിടെ വരെ എത്തി,
അടുത്ത വരിയിൽ അടുത്ത ആയത്താണ്, അതിന് ശേഷം ഏത് സൂറത്താണ്, ഇങ്ങനെ അതിൻ്റെ പിന്നാലെ മണിക്കൂറുകളോളം ഞങ്ങൾ ചിലവഴിച്ച്. സാധാരണ നമ്മൾ അറബി കാലിഗ്രഫിയിൽ ഉപയോഗിക്കുന്ന സുലുസ് അല്ലെങ്കിൽ ഹത്തുകളൊന്നും അല്ല ഇവിടെ കാണാൻ പറ്റിയത്. ഒരു വേറൊരു രീതിയിലുള്ളൊരു ഹത്താണ്. പക്ഷെ അതിൽ എനിക്കുണ്ടായ ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ചാൽ അതിൽ കാലപ്പഴക്കം കൊണ്ട് ചില ഭാഗങ്ങൾ കടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓതി വരുമ്പോൾ ചില ഭാഗങ്ങൾ കാണുന്നില്ല, അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് കിട്ടുന്നുമില്ല. അപ്പോഴാണ് അവിടെ സ്ട്രക്ചറുകളിലുള്ള ഖുർആൻ എത്രത്തോളമാണ് അടർന്നു പോയത്, അതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഖുർആനെ വിട്ടുപോയിട്ടുണ്ട് എന്നിങ്ങനെ ഒരു ഭയങ്കര ഇടങ്ങേറ് അതിങ്ങനെ കണ്ടപ്പോൾ തോന്നിയിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്കാണെങ്കിൽ ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിൻ്റെ ഏറ്റവും മുകളിലൊക്കെ ഫുള്ള് കാലിഗ്രഫി, മൊത്തം വാളുകളും മൊത്തം ചുവലുകളൊക്കെ കാലിഗ്രഫി കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആലോചിച്ചത്, ഇത് നോക്കിയിരിക്കുമ്പോൾ തന്നെ പെരടി വേദനിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ, ഇതിന് പിന്നിലുണ്ടായിരുന്ന വേർപ്പ് എത്രത്തോളായിരിക്കും. ഇന്ത്യയിലെ വളരെ ഫേമസ് ആയ കാലിഗ്രഫി ഇൻസ്ക്രിപ്ഷൻസുകൾ പറയുമ്പോൾ അതിൽ ഈ ബരാഗുംബാട് എണ്ണാറില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം താജ്മഹൽ, കുത്തുബ് മിനാർ, ലൈക്ക ദർവാസ, അക്ബർ ടോംബ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ അതിലൊന്നും ഇതിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതും പറഞ്ഞ പോലെ മൊത്തം കാലിഗ്രഫിയുള്ള ഒരു സാധനമാണ്. അപ്പോൾ കാലിഗ്രഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും ഇത് കാണുന്നതും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഇത് ഇങ്ങനെ അതിനെ തൊട്ടറിയുന്നതൊക്കെ. ബാബരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് ഉണ്ട്, അത് ആ പള്ളിയുടെ 3 കുബ്ബകളാണ്. ലോധി ഗാർഡൻ കാണാൻ പോയപ്പോൾ ആദ്യം നിൻ്റെ കണ്ണും പെട്ടതും അതുപോലെ തന്നെ നിർമ്മിച്ചിട്ടുള്ള ആ കുബ്ബകളാണ്. അതിൻ്റെ മുകളിൽ എൻ്റെ മനസ്സിലുള്ള ബാബരിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ തൈകൾ ലോധി ഗാർഡനിലെ കുബ്ബകളുടെ മുകളിലും. അങ്ങനെ ആ കുബ്ബകൾ മാത്രം ഞാൻ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു. ശരിക്ക് ബടാഗുംബാടിലെ പള്ളിയാണോ എന്ന് ചോദിച്ചാൽ അതൊരു നിലക്ക് പള്ളിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് പള്ളിയായിരുന്നു. അതിൻ്റെ എൻഡിലൊക്കെ നമുക്ക് വിൻഡോസ് കാണാൻ കഴിയും. ശരിക്കും അത് വിൻഡോസ് അല്ല, മിഹ്റാബുകളുടെ എൻഡിലേക്ക് വിൻഡോ കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര രസമുള്ള മിഹ്റാബുകളൊക്കെ കാണാൻ കഴിയും. പക്ഷെ ഒരു പള്ളിയാവണമെങ്കിൽ അവിടെ നമസ്കാരം നടക്കണം, ബാങ്ക് വിളി നടക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ വന്നിട്ട് കൗതുകത്തോടെ നോക്കുന്നുണ്ട്, എന്താണ് ഇതെന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട്, ഗൈഡാണോന്ന് അറിയില്ല, ഒരാൾ വന്നിട്ട് മറ്റൊരാൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ഖുർആനിലെ ചൂണ്ടി കാണിച്ചിട്ട് പറയാം, ഇത് ഉറുദുവിൽ എന്തോ എഴുതിയതാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഉറുദുവിൽ എഴുതിയതല്ല, ഇത് ഖുർആനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയാണ്, അവിടെ ആൾക്കാർ വരുന്നുണ്ട്, കല്യാണ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പള്ളിയിൽ ഇന്ന് നമസ്കാരമല്ല, അവിടെ ബാങ്ക് വിളിയുമില്ല. ഇത് പള്ളി തേടിയുള്ളൊരു യാത്രയായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ്.